മരുന്നുകളില്ലാതെ തന്നെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഹെൽത്തി ഡ്രിങ്ക് പരിചയപ്പെടുത്തി തരാം. ഇത് നടുവേദനയുള്ളവർ, മുട്ടുവേദനയുള്ളവർ, നീർക്കെട്ട്, അതുപോലെ ബോഡിക്ക് ഹെവിനെസ്, വെയിറ്റ് ലോസ് പ്രശ്നമുള്ളവർ, ഇവർക്കൊക്കെ വളരെ എഫക്റ്റീവ് ആണ്. അപ്പോൾ നമ്മൾ മഴയൊക്കെ പെയ്ത് സ്കൂൾ സീസൺ തുടങ്ങുകയാണ്. അപ്പോൾ കുട്ടികൾക്കുണ്ടാവുന്ന പനി, ചുമ, കഫക്കെട്ടിനൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഡ്രിങ്ക് ആണ്. ഈ വീഡിയോ അവസാനം വരെ എന്തായാലും കണ്ടോളൂ. 1.5 ലിറ്റർ വെള്ളം എടുത്ത് തീ കത്തിക്കുക. എന്നിട്ട് നമ്മൾ ഓരോ ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 10 ഗ്രാം മല്ലി എടുത്ത് നമ്മൾ അതിലേക്ക് ഇടാം. അതുപോലെ തന്നെ 10 ഗ്രാം ചുക്ക് ചതച്ചതും നമുക്കിടാം. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ശരീരത്തിൽ ഡൈജസ്റ്റ് ആവാതെ കിടക്കുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് ആണ് നമ്മൾ പലപ്പോഴും ശരീരത്തിന് ടോക്സിൻ ആയിട്ട് മാറുന്നത്. ചുക്ക് ശരീരത്തിലെ ദഹനം മെച്ചപ്പെടുത്താനും ആവശ്യമില്ലാത്ത ടോക്സിൻ ഒക്കെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അതിനെ ഡൈജസ്റ്റ് ചെയ്യാനും സഹായിക്കുന്നു. കഫക്കെട്ട്, ചുമ ഒക്കെയുള്ള കണ്ടീഷനും ഇത് വളരെ എഫക്റ്റീവ് ആണ്. മല്ലി അതുപോലെ നമ്മുടെ വയറിലുള്ള നീർക്കെട്ടൊക്കെ കുറയാൻ സഹായിക്കും. അസിഡിറ്റി, നെഞ്ചിരിച്ചിൽ ഉള്ള കണ്ടീഷനൊക്കെ ഒഴിവാക്കി നമ്മുടെ ഡൈജഷനും നമ്മുടെ അബ്സോർപ്ഷനും ഒക്കെ സ്മൂത്ത് ആക്കുന്നുള്ളൂ. തണുപ്പായതുകൊണ്ട് തന്നെ ഡയോറിറ്റിക് ആണ്. അതുപോലെ തന്നെ നല്ല യൂറിൻ ഫോർമേഷനും അത് ഉണ്ടാവുന്നു. ബോഡിയിലെ നീർക്കെട്ട് എന്ന് പറയുന്നത് ഒരു തരം ഫ്ലൂയിഡ് ഇംബാലൻസ് പോലെയാണ്. നമുക്കറിയാം ഈ സ്കിന്നിന്റെ അടിയിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പോലെയാണ്. അതൊരു ഫ്ലൂയിഡിന്റെ ഡെപ്പോസിറ്റ് പോലെയാണ്. അപ്പൊ നമുക്ക് നല്ല യൂറിനേഷനും നമുക്ക് നല്ല ഡൈജഷനും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് ബോഡി നല്ല പോലെ നമ്മുടെ ശരീരത്തിൽ നിന്നത് എക്സ്പെൽ ചെയ്യും. ഇത് നമ്മൾ ആയുർവേദത്തിൽ പണ്ട് മുതൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. 4 മാസം മുന്നേ ഇത് നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് അത് കണ്ടിട്ട് അത് ട്രൈ ചെയ്യാത്തവർക്കും നമ്മുടെ ചാനലിലുള്ള പുതിയ ഫോളോവേഴ്സിന് ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വീണ്ടും റീപോസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ സ്കൂൾ സീസൺ വരികയാണ്. ഈ സമയത്ത് നിങ്ങളുടെ കുട്ടികൾക്ക് ചുമയോ കഫക്കെട്ടോ അല്ലെങ്കിൽ പനിയുടെ ഒക്കെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇതുപോലെ ഈ ചുക്കും മല്ലിയിട്ട് വെള്ളം തിളപ്പിക്കുക, ചെവിയിൽ 2 പഞ്ഞി വെച്ച് അടയ്ക്കുക, അല്ല വാം ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രസ് ഇട്ട് അല്ലെങ്കിൽ പുതച്ച് കിടന്നാൽ തന്നെ ഈ വെള്ളം ഒരു ഹാഫ് ഗ്ലാസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക. ഓരോ മണിക്കൂർ കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു 25 ml 30 ml വെച്ചിട്ട് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പനി പെട്ടെന്ന് കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ പനിക്ക് ശേഷം നമ്മൾ പനിക്കുള്ള മരുന്ന് കഴിച്ചുണ്ടാവുന്ന ക്ഷീണമൊക്കെ പെട്ടെന്ന് തന്നെ ഒഴിവാക്കാൻ സാധിക്കും. ഒരു കണ്ടീഷൻ, ഇത് കഴിക്കുമ്പോൾ നല്ലപോലെ വിശപ്പ് വന്നതിന് ശേഷം മാത്രം ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. ലൈറ്റ് ആയിട്ടുള്ള ആഹാരം കഴിച്ചാൽ മതി. നീർക്കെട്ടുള്ളവർ ഒരു 7 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാതിരിക്കുക. അതുപോലെ കഴിച്ച ഭക്ഷണം ദഹിച്ചതിന് ശേഷം അടുത്ത ഭക്ഷണം കഴിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫ്രൈഡ് പ്രോസസ് ഫുഡൊക്കെ ഒഴിവാക്കി എന്നിട്ട് നമ്മൾ ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ട് ഇതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യൂ. അതുപോലെ ഇത് മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യൂ. ഫൈൻ ആൻഡ് ജോയിന്റ് സംബന്ധമായിട്ടുള്ള അറിവുകൾക്കും നീർക്കെട്ടിന് വേണ്ടിയിട്ടുള്ള ഇത്തരം പ്രാക്ടിക്കൽ ടിപ്പുകൾക്കും ഈ അക്കൗണ്ട് എന്തായാലും ഒന്ന് ഫോളോ ചെയ്തോളൂ.